ഫൈനൽ റോഡ് ടെസ്റ്റ് പാസ്സാകാനുള്ള ടിപ്സ് അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറേ ടിപ്സുകൾ പറഞ്ഞു തരാം ഫൈനൽ റോഡ് ടെസ്റ്റ് പാസ്സാകാൻ. അപ്പോൾ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ടിപ്പ് നമ്പർ 1, ബി കോൺഫിഡൻറ്റ്. നിങ്ങൾക്ക് എന്ന് എക്സാം ഉണ്ടോ അന്ന് കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾ സ്കൂളിൽ പോകണം. എമിറേറ്റ്സ് ഐ ഡി എടുക്കാൻ ഒരിക്കലും മറക്കരുത്. എമിറേറ്റ്സ് ഐ ഡി എടുത്തില്ലെങ്കിൽ ആബ്സെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എമിറേറ്റ്സ് ഐ ഡി എടുത്തുകൊണ്ട് സ്കൂളിൽ പോകും. ഒരു സ്റ്റുഡൻറ്റിനെ പോലെയല്ല നിങ്ങൾ വണ്ടി ഓടിക്കേണ്ടത്, ഒരു ഡ്രൈവറിനെ പോലെ ആയിരിക്കണം നിങ്ങൾ വണ്ടി ഓടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വണ്ടിക്കകത്ത് കയറുന്നതിന് മുമ്പിട്ട് വണ്ടിയുടെ ചുറ്റുപാടങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് നിങ്ങൾ വണ്ടിക്കകത്ത് കയറിയതിന് ശേഷം എക്സാമിനർ നിങ്ങൾ തീർച്ചയായും ഒരു ഗ്രീറ്റിംഗ്സ് കൊടുക്കണം. ഗുഡ് മോർണിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ആ സമയം നിങ്ങളുടെ ഏത് സമയമാണോ ആ സമയത്ത് അല്ലെങ്കിൽ സലാം കൊടുക്കാം. ടിപ്പ് നമ്പർ 2, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പും കുറേ ആളുകൾ അല്ലെങ്കിൽ കുറേ സ്റ്റുഡൻസ് ഈ സെയിം വണ്ടി ഓടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ സെറ്റിങ്സ് ആയിരിക്കും ഈ വണ്ടിയുടെ സീറ്റിന്. അപ്പോൾ നിങ്ങൾ കയറിയതിന് ശേഷം ആദ്യമേ നിങ്ങളുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. സ്റ്റിയറിംഗിൽ എൻ്റെ കൈ എത്തുന്നുണ്ടോ, പെഡൽസ് അതായത് ബ്രേക്ക്, ആക്സിലേറ്റർ, ക്ലച്ച് അവിടേക്ക് എൻ്റെ കാലുകൾ എത്തുന്നുണ്ടോ, അതിനനുസരിച്ച് നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. തേർഡ് പോയിന്റ് ആണ് മിറർ അഡ്ജസ്റ്റ്മെന്റ്. ലെഫ്റ്റ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുക, റൈറ്റ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുക, റിയർ മിറർ അതായത് സെൻറ്റർ മിറർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. ഇതിൻ്റെ അകത്തൊരു ടിപ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എക്സാമിന് മുമ്പ് നമ്മൾ ഈ മിറർ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഒന്ന് ജസ്റ്റ് ഫൈനൽ ടെസ്റ്റ് നടത്തുന്ന വണ്ടിയുടെ അടുത്ത് പോയി മിറർ അഡ്ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് അല്ലെങ്കിൽ സ്കൂളിലെ ആരെങ്കിലും അടുത്ത് പറഞ്ഞ് എനിക്ക് നീ വണ്ടിയുടെ മിറർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒന്ന് പഠിക്കണം. അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത പോയിന്റാണ് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം. നിങ്ങളും ധരിക്കണം, മറ്റു സ്റ്റുഡൻസ് നിങ്ങളുടെ വണ്ടിക്ക് അകത്തുണ്ടെങ്കിൽ അവരും ധരിച്ചിരിക്കണം. ചില ആളുകൾ ഫെയിലായ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അവർ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവർ ഫെയിലായി. എന്താണെന്ന് വെച്ചാൽ അവർ ബാക്കിലിരിക്കുന്ന വേറൊരു സ്റ്റുഡൻറ്റ് സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല. അത് ചെക്ക് ചെയ്യാതിരുന്നതുകൊണ്ട് ആ സ്റ്റുഡൻറ്റ് ഫെയിലായി. അതുകൊണ്ട് നമ്മളും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം, മറ്റുള്ളവരും സീറ്റ് ബെൽറ്റ് തീർച്ചയായും ധരിച്ചിരിക്കണം. 5ാമത്തെ പോയിന്റാണ് നമ്മൾ ഗിയർ ഇടുക. മാനുവൽ വണ്ടിയാണെങ്കിൽ ഗിയർ ഇടാം, ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിലും നമ്മുടെ ന്യൂട്രലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഡിയിലോട്ട് നമ്മൾ കൊണ്ടുപോയി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തതിന് ശേഷം വണ്ടി മുമ്പോട്ട് നീക്കാവുന്നതാണ്. ഹാൻഡ് ബ്രേക്ക് ചില ആളുകൾ റിലീസ് ചെയ്യാതെ വണ്ടി ആക്സിലേറ്റർ കൊടുക്കും, അപ്പോൾ വണ്ടി നീങ്ങത്തില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, തീർച്ചയായും നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിരിക്കണം. പലപ്പോഴും വണ്ടി സ്റ്റാർട്ടായിട്ടായിരിക്കും കിടക്കുന്നത്. നമ്മൾ ചില സ്റ്റുഡൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒന്നുകൂടെ അതിന് റീസ്റ്റാർട്ട് ആക്കാൻ ശ്രമിക്കും. അപ്പോൾ വണ്ടിയിൽ നിന്ന് സൗണ്ട് വരും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിരിക്കണം. വണ്ടി സ്റ്റാർട്ടാണോ ഇല്ലയോ ഇതൊക്കെ ഒന്ന് നോക്കണം എക്സാമിന് വണ്ടിയുടെ അകത്ത് കയറുന്നതിന് മുമ്പിട്ട്. അടുത്ത പോയിന്റാണ് ഇൻഡിക്കേറ്റേഴ്സ്. ശരിയായ ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം വണ്ടി ചിലപ്പോൾ റിവേഴ്സ് ആയിരിക്കും, ചിലപ്പം ഫോർവേഡ് ആയിരിക്കും. നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം മൂവ് ചെയ്യുന്നതിന് ശേഷം ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പെഡിസ്ട്രിയൻ ക്രോസിംഗ് കാണും. അപ്പോൾ പെഡിസ്ട്രിയൻ ആരെങ്കിലും ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും വഴി കൊടുക്കുക. മറ്റു വണ്ടികൾ ചിലപ്പോൾ റിവേഴ്സ് എടുക്കുന്നുണ്ടായിരിക്കും, അവർക്ക് വഴി കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ വെളിയിൽ എത്തുമ്പോൾ അവിടെ തീർച്ചയായും ഒരു സ്റ്റോപ്പ് സൈൻ കാണും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ, സ്റ്റോപ്പ് സൈൻ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വണ്ടി നിർത്തണം. ഒരു 3 സെക്കൻഡ് വണ്ടി നിർത്തുക, ലെഫ്റ്റും റൈറ്റും ഒന്ന് നോക്കുക. അതിനുശേഷം മാത്രമേ പോകാവൂ. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കണം. അല്ലാതെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ അതൊരു ഫെയിലാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. അതിനുശേഷം എക്സാമിനർ എന്ത് പറയുന്നു അത് നമ്മൾ ഒബേ ചെയ്യണം. ചിലപ്പോൾ ലെഫ്റ്റ് പോകാനായിരിക്കും, ചിലപ്പോൾ റൈറ്റ് പോകാനായിരിക്കും. അതുകൊണ്ട് നമ്മളെ കാതോർത്ത് നമ്മൾ ഇരിക്കണം, വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. റിലാക്സായി എക്സാമിനർ എന്ത് പറയുന്നു ആ ഇൻസ്ട്രക്ഷൻസ് തീർച്ചയായും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അങ്ങനെ വണ്ടി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ എക്സാമിനർ പറയും ലെയിൻ ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ലെയിൻ ചേഞ്ച് ചെയ്യണം. വെഹിക്കിൾ കൺട്രോൾ വേണം. ലെയിൻ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക, മിറർ ചെക്ക് ചെയ്യുക, റിയർ മിറർ ചെക്ക് ചെയ്യുക, ഹെഡ് ചെക്ക് ചെയ്തിരിക്കണം. റൈറ്റ് ആണെങ്കിൽ റൈറ്റിലോട്ട്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എക്സാമിനെ കാണിക്കണം, നിങ്ങളൊരു ആക്ടിങ് ചെയ്യണം. ഞാൻ മിറർ ചെക്ക് ചെയ്യുന്നുണ്ട്, ഇൻഡിക്കേറ്റർ ഇടുക, കറക്റ്റ് മിറർ ചെക്ക് ചെയ്ത് ഹെഡ് ചെക്ക് ചെയ്യുന്ന ചില ആളുകൾ എന്തോ പെട്ടെന്ന് ഹെഡ് ചെക്ക് ചെയ്ത് തലയങ്ങ് മാറ്റും. അല്ല, നമ്മൾ കാണിക്കണം, നല്ല രീതി ഹെഡ് ചെക്ക് ചെയ്ത് കാണിക്കണം. ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, നല്ല രീതി എക്സാമിനെ ചെയ്ത് കാണിക്കണം. നിങ്ങൾ വേണമെങ്കിൽ എക്സാമിനെ കാണുന്നില്ല, അല്ല, എക്സാമിന് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഹെഡ് ചെക്ക് അല്ലെങ്കിൽ ഷോൾഡർ ചെക്ക് നിങ്ങൾ ചെയ്തിരിക്കണം. അടുത്ത പോയിന്റാണ്, ഒരു കാരണവശാലും ഫ്രണ്ടിലുള്ള വണ്ടിയുടെ തൊട്ട്
തൊട്ടടുത്ത് വണ്ടി ഓടിക്കരുത്. കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് വേണം വണ്ടി ഓടിക്കുന്നത്. നമ്മൾ തിയറി ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ്, അതിൽ കൂടുതൽ നമ്മൾ ഡിസ്റ്റൻസ് ഇട്ട് വേണം വണ്ടി ഓടിക്കാൻ. അടുത്ത പോയിന്റാണ്, ഒരിക്കലും നമ്മളൊരു ട്രാഫിക് സിഗ്നലിനെ ഇഗ്നോർ ചെയ്യരുത്. റെഡ് ആണെങ്കിൽ കറക്റ്റായിട്ട് നിർത്തിയിരിക്കണം, സ്റ്റോപ്പ് സൈനിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കണം, ഗീവ് വേ സൈനിൽ വഴി കൊടുത്തിരിക്കണം, പെഡിസ്ട്രിയൻ ക്രോസിംഗ് സൈനിൽ പെഡിസ്ട്രിയന് വഴി കൊടുക്കണം. അതുപോലെ നമ്മൾ ഒരിക്കലും ട്രാഫിക് സിഗ്നൽസിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അടുത്ത പോയിന്റാണ് മിറർ യൂസേജ്. എപ്പോഴും നമ്മൾ മിറർ ചെക്ക് ചെയ്തിരിക്കണം. അടുത്ത പോയിന്റാണ്, ചിലപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ റൗണ്ട് അബൌട്ട് വന്നേക്കാം. അപ്പോൾ റൗണ്ട് അബൌട്ടിൽ എങ്ങനെ എൻട്രി ചെയ്യണം? ലെഫ്റ്റിലോട്ട് ചിലപ്പോൾ പോകാൻ പറയും, സ്ട്രെയിറ്റ് പോകാൻ പറയും, റൈറ്റ് പോകാൻ പറയും. ഇൻഡിക്കേറ്റർ കറക്റ്റായി ഇടണം. റൗണ്ട് അബൌട്ടിൻ്റെ അകത്ത് ആൾറെഡി വണ്ടി ഉണ്ടെങ്കിൽ അവർക്ക് വഴി കൊടുക്കണം, അതിനുശേഷം മാത്രം പോകും. റൗണ്ട് അബൌട്ടിൽ നിന്ന് ചിലപ്പോൾ ലെഫ്റ്റിലോട്ട് പോകാൻ പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം വെളിയിൽ ഇറങ്ങുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് വെളിയിൽ ഇറങ്ങും. അതിനുശേഷം പെട്ടെന്ന് റൈറ്റ് ലൈനിലോട്ട് വരണം. ചിലപ്പോൾ ലെയിൻ ചേഞ്ച് ചെയ്യാൻ പറയും. ലെയിൻ ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ലെയിൻ ചെയ്യും. ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പറയും. ഓവർടേക്ക് നിങ്ങളും ചെയ്യാൻ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ ഈ ഫൈനൽ ടെസ്റ്റ് പോകുന്നതിന് മുമ്പിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറോ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറോ ഒരു ക്ലാസ് എടുക്കുന്നത് നല്ലതായിരിക്കും. ആ റൂട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി ചിലപ്പോൾ റൗണ്ട് അബൌട്ട് വന്നേക്കാം, യു ടേൺ വന്നേക്കാം, അതൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കണം. അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു പെഡിസ്ട്രിയൻ ക്രോസിംഗ് വന്നേക്കാം. അപ്പോൾ ഒരു പെഡിസ്ട്രിയൻ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വഴി കൊടുക്കണം. ചില ആളുകൾ വഴി കൊടുക്കത്തില്ല, അന്നേരം ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വഴി കൊടുത്തിരിക്കണം. അടുത്ത പോയിന്റാണ്, സ്പീഡ് ലിമിറ്റ് അനുസരിച്ച് വണ്ടി ഓടിക്കണം. സ്പീഡിൽ കൂടുതൽ അങ്ങ് കൂടാനും പാടില്ല, കൂടുതൽ അങ്ങ് കുറവാവാനും പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വണ്ടി ഓടിക്കണം. അടുത്ത പോയിന്റാണ്, നമ്മൾ ഒരിക്കലും ഹാർഡ് ബ്രേക്കിംഗ് ചെയ്യാൻ പാടില്ല. ബൈക്കിൽ കൺട്രോൾ ആവത്തില്ല, അപ്പോൾ എക്സാമിൻ അതിനെ ഇന്റർവെയിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫെയിൽ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഹാർഡ് ബ്രേക്ക് ചെയ്യരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞ കുറച്ച് ടിപ്സുകളാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്കറിയാം അല്ല, ഞാൻ എന്തെങ്കിലും ടിപ്സുകൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.